പ്രിയപ്പെട്ടവരെ, റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് ADGPയുടെ റിപ്പോർട്ട് സർക്കാർ തള്ളിയിരിക്കുന്നു. പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് ADGPയുടെ റിപ്പോർട്ട് ഹോം സെക്രട്ടറി തള്ളിയിരിക്കുന്നു. DGPയുടെ ശുപാർശ അംഗീകരിച്ചിരിക്കുന്നു. തുടരന്വേഷണത്തിലേക്ക് പോകുന്നുവെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ആഭ്യന്തര സെക്രട്ടറി ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളിയിരിക്കുന്നു. DGPയുടെ ശുപാർശ ശരിവച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഉത്തരവ് അല്പസമയത്തിനുള്ളിൽ എത്തും. വളരെ പ്രധാനപ്പെട്ട വിവരം, നിർണായകമായ വിവരമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. പൂരം കലക്കലിൽ വീണ്ടും അന്വേഷണമാകുന്നു. റിനു നമുക്കൊപ്പം ചേരുന്നുണ്ട്. DGPയുടെ ശുപാർശ അംഗീകരിച്ച ഹോം സെക്രട്ടറി ADGP MR അജിത് കുമാർ സമർപ്പിച്ച 5 മാസത്തിന് ശേഷം സമർപ്പിച്ച ഈ ബാഹ്യ ഇടപെടലുകളില്ലെന്നും ദേവസ്വം ബോർഡും ഒപ്പം തന്നെ ദേവസ്വങ്ങളും കമ്മീഷണർക്കും മാത്രമാണ് ഇതിൽ കുഴപ്പം സംഭവിച്ചതെന്നും ഉള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പൂർണ്ണമായും തള്ളിയിരിക്കുന്നത്. ഇന്നലെ മന്ത്രിസഭയിൽ ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് രാജൻ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. മിനിസ്റ്റർ രാജൻ ഇപ്പോൾ റിനു നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിനു, വളരെ നിർണായകമായ വിവരം, റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ്, ADGPയുടെ റിപ്പോർട്ട് തള്ളിയിരിക്കുകയാണോ സർക്കാർ? തീർച്ചയായും അരുൺകുമാർ, ഇന്നലെ DGP നൽകിയ ശുപാർശ അംഗീകരിച്ചു എന്നുകൂടി വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറി ADGP MR അജിത് കുമാറിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച് തുടരന്വേഷണം വേണമെന്നുള്ള ഒരു ശുപാർശ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഏത് തരത്തിലുള്ള അന്വേഷണമാണ് ഇനി വേണ്ടത്? അന്വേഷണം ജുഡീഷ്യൽ അന്വേഷണമാണോ, അതേ ക്രൈംബ്രാഞ്ച് ആയിരിക്കുമോ അന്വേഷിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയാണ് ഒരു അന്തിമ തീരുമാനമെടുക്കേണ്ടത്. എന്തായാലും ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഉടൻ ഈ അന്വേഷണത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്നുള്ളൊരു വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും വീണ്ടും ഒരു അന്വേഷണം തൃശ്ശൂർ പൂര വിവാദത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ADGP അന്വേഷിച്ച് നൽകിയ റിപ്പോർട്ട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് DGP തന്നെ വ്യക്തമാക്കിയിരുന്നു. 4 ശുപാർശകൾ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ DGP മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ADGPയുടെ അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ ആമുഖത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. തുടരന്വേഷണം വേണം എന്നുള്ളത് തന്നെയാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇന്നലെ മന്ത്രിസഭാ യോഗത്തിലും CPI മന്ത്രിമാർക്ക് ഉറപ്പ് കൊടുത്തിരുന്നു. എന്തായാലും നടപടി ഉണ്ടാകും. അത് കൃത്യമായി തന്നെ അന്വേഷിക്കുവാൻ അല്ലെങ്കിൽ പരിശോധിച്ച് ശുപാർശ നൽകുവാൻ വേണ്ടി ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പൂരം കലക്കൽ ചർച്ചയായ വേളയിൽ തുടരന്വേഷണ സാധ്യത തള്ളാത്ത നിലപാടാണ് മുഖ്യമന്ത്രി എടുത്തത് എന്നതാണ് നമുക്ക് വിശ്വസനീയ കേന്ദ്രങ്ങൾ നൽകിയ വിവരം. ആഭ്യന്തര സെക്രട്ടറിയുടെ അഭിപ്രായം അറിയട്ടെ, എന്നിട്ട് തുടർ നടപടി ആലോചിക്കാം എന്ന നിലപാടിലേക്ക് മുഖ്യമന്ത്രി എത്തുകയായിരുന്നു. DGPയുടെ കുറിപ്പോടെയാണ് ADGPയുടെ റിപ്പോർട്ട് ലഭിച്ചത്. ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ച് അതിനുശേഷം തുടർ നടപടി ആഭ്യന്തര സെക്രട്ടറി അഭിപ്രായം അറിഞ്ഞ ശേഷം ആലോചിക്കാം എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ നിലപാട്. ഇപ്പോൾ തുടരന്വേഷണ സാധ്യതയുണ്ട് ഇതിൽ എന്ന് ആഭ്യന്തര സെക്രട്ടറി കണ്ടെത്തുമ്പോൾ തുടരന്വേഷണത്തിലേക്ക്, പൂരം കലക്കിയത് ആര് എന്ന അന്വേഷണത്തിലേക്ക് പോകണം എന്ന മുഖ്യമന്ത്രിയുടെ ഉത്തരവല്ലേ ഇനി പ്രതീക്ഷിക്കേണ്ടത്? റിനു ശ്രീധർ. തീർച്ചയായും, കാരണം ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ച അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി തന്നെ സംസ്ഥാനത്ത് LDFന് വലിയ തിരിച്ചടി ഉണ്ടായ ഒരു സാഹചര്യമാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ ആരോപണങ്ങൾ ഉയർന്നു വന്നൊരു സാഹചര്യം. ADGP RSS BJP നേതാക്കളെ കണ്ടതിൽ ദുരൂഹതയുണ്ട് എന്നതടക്കമുള്ളവ അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ADGP സമർപ്പിച്ച റിപ്പോർട്ടിന്മേൽ കൃത്യമായി തന്നെ ഒരു ശുപാർശ എഴുതി ചേർത്തത് DGP. അന്വേഷണം വേണം, ഇതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകണം. ADGPയുടെ റിപ്പോർട്ട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ DGP മുഖ്യമന്ത്രിക്ക് ശുപാർശയായി നൽകിയത്. തുടർന്നാണ് മുഖ്യമന്ത്രി ഈ ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്, DGPയുടെ റിപ്പോർട്ട്. തുടർന്നാണ് ഈ ശുപാർശയായി തന്നെ ആഭ്യന്തര സെക്രട്ടറി ശുപാർശ നൽകുന്നത് തുടരന്വേഷണം വേണം എന്നുള്ളത്. ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ CPIയുടെ മന്ത്രിമാർ ഉറച്ചു നിന്ന ഒരു സാഹചര്യം കൂടിയാണ്. K. രാജൻ CPIയുടെ മന്ത്രിമാർക്ക് വേണ്ടി വലിയ രീതിയിൽ ശബ്ദമുയർത്തി കൃത്യമായി തന്നെ ഇതിൽ നടപടി വേണം, പരിശോധിക്കണം എന്നുള്ളത്. മുഖ്യമന്ത്രി കൃത്യമായി മറുപടിയും നൽകിയിരുന്നു. കൃത്യമായി തന്നെ പരിശോധിക്കും, ഗൗരവമായി തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയം കാണുന്നത് എന്നതാണ്. എന്തായാലും CPI മന്ത്രിമാർക്ക് കൊടുത്ത വാക്ക് മുഖ്യമന്ത്രി പാലിക്കുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇനി എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ്. എന്തായാലും DGP നേരത്തെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ശുപാർശ നൽകിയിരുന്നു. അത് ഏകദേശം ദിവസങ്ങൾക്ക് ശേഷം, 2 ആഴ്ചത്തോളം ശേഷം മുഖ്യമന്ത്രി അംഗീകരിക്കുന്ന ഒരു സാഹചര്യം, വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.